Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് രണ്ട് ഫ്ലേവർ ഉള്ള കാജു ബിസ്ക്കറ്റ്സ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. ഒരെണ്ണം കുറച്ച് സ്പൈസി, ഒരെണ്ണം പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഓയിൽ. ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കണം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള ഡോ ആണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ചപ്പാത്തിയുടെ പോലെ അത്ര അങ്ങോട്ട് സോഫ്റ്റ് ആവരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഹാർഡ് ഉണ്ട്, അത്ര സോഫ്റ്റ് അല്ല. നമ്മുടെ ചപ്പാത്തി ഡോ പോലെ അത്ര സോഫ്റ്റ് അല്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ചപ്പാത്തി പരത്തണ പോലെ ഒന്ന് പരത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളുണ്ടാക്കിയ ഡോ ഒന്ന് 2ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഒരു ഭാഗം നമുക്ക് ഇവിടെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. പക്ഷേ ചപ്പാത്തിയുടെ അത്ര കനം കുറഞ്ഞിട്ടല്ല, കുറച്ചൊരു തിക്നെസ് വേണം. ഇത് റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ ആയാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്പൂൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. അല്ലെങ്കിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ചെറിയ അളവല്ല കുക്കി കട്ടർ ആണെങ്കിൽ അതായാലും എടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ ഹാഫ് മൂണിൻ്റെ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല എളുപ്പത്തിൽ നമുക്ക് എല്ലാം ഇവിടെ പെട്ടെന്ന് കിട്ടും. നമ്മളിപ്പോൾ എല്ലാം നമ്മുടെ ഹാഫ് മൂൺസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ ഓയിൽ ഗ്യാസിലേക്ക് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളൊരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ഹാഫ് മൂൺസ് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താലാണ് ഇത് നല്ലൊരു ക്രിസ്പിനെസ് ഇതിന് കിട്ടുക. ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പൊക്കെ ആകുമ്പോൾ പിള്ളേർക്കായാലും നല്ല ഇഷ്ടമായിരിക്കും. നല്ല എളുപ്പത്തിൽ റെഡി ആവുകയും ചെയ്യും. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. ഇത് നമുക്ക് അതിന് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. കുറേ നാളത്തേക്ക് ഇരിക്കും. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കാജു ബിസ്ക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പ്ലെയിൻ ഉപ്പും ജീരകത്തിന് മാത്രം അഴുക്കി എടുക്കാം. ഒരെണ്ണത്തിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ചൊരു ചില്ലി ഫ്ലേവർ ഇതിന് വരും. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല എളുപ്പത്തിൽ റെഡി ആവില്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.